കനത്ത പരാജയം നേരിട്ടിട്ടും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പരിഹാസങ്ങൾക്കും അഹങ്കാരത്തിനും ഒരു കുറവുമില്ലെന്ന് വേണം പറയാൻ. നാക്കുപിഴവിന്റെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റിന് നിരന്തരം തലവേദന ഉണ്ടാക്കുന്ന നേതാവാണ് എം എം മണി. അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും വിവാദത്തിനാണ് വഴി തെളിയിക്കുന്നത്. മാത്രമല്ല, ഇടതിന്റെ പരാജയത്തിന് കാരണം തന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഷാപ്രയോഗവും ശൈലിയുമാണെന്ന വിമർശനങ്ങൾ അതിരൂക്ഷമായി നിലനിൽക്കുമ്പോഴാണ് വി.ഡി. സതീശൻ സർക്കാരിനെതിരെ പരിഹാസവുമായി എം എം മണി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ ആദ്യ പ്രഖ്യാപനത്തെ പരിഹസിച്ചിരിക്കുകയാണ് CPIM നേതാവ് എം എം മണി. സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് അദ്ദേഹം രംഗത്തെത്തിയത്. സൗജന്യ യാത്ര നടത്തണമെന്നുണ്ടെങ്കിൽ വി.ഡി. സതീശൻ സ്വന്തം വീട്ടിൽ നിന്നും പണം കൊണ്ടുവരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. സൗജന്യ യാത്ര പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിനുള്ള പണം സതീശൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാണാമെന്നും മണി പരിഹസിച്ചു. ഗാന്ധിജിയെ കൊന്നവരുടെ കയ്യിൽ രാജ്യം എത്തിച്ചു കൊടുത്തവരാണ് സതീശന്റെ പാർട്ടിയെന്നും അങ്ങനെയുള്ളവർ കൊണ്ടുവരുന്ന വികസനം എങ്ങനെയുള്ളതാണെന്ന് കാത്തിരുന്നു കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ CPIM കമ്മിറ്റികളിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ഉയർന്ന വിമർശനങ്ങളെ മണി തള്ളി പറഞ്ഞു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിൽ പാർട്ടിക്കുള്ളിൽ യാതൊരു എതിർപ്പുമില്ലെന്നും വ്യക്തികളെ കേന്ദ്രീകരിച്ച് വിമർശനം നടത്തേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് ഞങ്ങളെ ഒരു പുല്ലും ചെയ്യാൻ ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞ മുൻ മന്ത്രി കൂടിയായ എം എം മണി മുണ്ടും മടക്കി കുത്തി തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഈ പ്രഖ്യാപനം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കെയാണ് എം എം മണിയുടെ വിവാദ പ്രതികരണം പുറത്തു വരുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ നിശ്ചയിച്ചത് CPM പോളിറ്റ് ബ്യൂറോയിൽ ഒരു വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പ് തള്ളിയിട്ടാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിപക്ഷ നേതാവായി നിർദ്ദേശിച്ച ശേഷം ചേർന്ന ഓൺലൈൻ PB യോഗത്തിൽ 5-ലധികം അംഗങ്ങൾ പിണറായി വരുന്നതിനോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തുന്ന പിണറായിയെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരുന്നത് സംഘടനാപരമായി ഉചിതമാകില്ലെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം ശക്തമായി ഉയർത്തിയത്. കേരളത്തിലെ കനത്ത തോൽവിക്ക് ശേഷം ദില്ലിയിൽ ചേർന്ന PB യോഗത്തിൽ ഭരണവിരുദ്ധ വികാരമാണെന്നുള്ള അഭിപ്രായം ചില PB നേതാക്കൾ പങ്കുവച്ചിരുന്നു. പാർട്ടിക്ക് ഒരു പുതിയ നേതൃത്വം വരണമെന്ന നിർദ്ദേശവും PB യോഗത്തിൽ ഉയർന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള സംസ്ഥാന തലത്തിലെ ചർച്ചകൾക്ക് ശേഷം PB ഇക്കാര്യം പരിഗണിക്കാമെന്നായിരുന്നു ധാരണ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായിയുടെ പേരാണ് നിർദ്ദേശിച്ചത്. സംസ്ഥാന സമിതിയിലും പൊതുവികാരം പിണറായിക്ക് അനുകൂലമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇക്കാര്യം നിശ്ചയിക്കാൻ ഓൺലൈനായി PB യോഗം സംസ്ഥാന കമ്മിറ്റിക്കിടെ ചേർന്നു. യോഗത്തിൽ 5-ലധികം അംഗങ്ങൾ 2 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പിണറായിയെ എതിർത്തു. ഒന്ന്, ഭരണവിരുദ്ധ വികാരമുണ്ടായ സാഹചര്യത്തിൽ വീണ്ടും പിണറായി ഈ സ്ഥാനത്തേക്ക് വരുന്നത് ഉചിതമാകില്ല. 2, പാർട്ടി കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഇളവ് നൽകിയാണ് പിണറായിയെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയതെന്നും അതിനാൽ വീണ്ടും ഒരു അധികാര സ്ഥാനത്തേക്ക് പിണറായി വരുന്നത് ഉചിതമാകില്ലെന്നും വാദമുയർന്നു. അശോക് ദാവ്ലെ, വിജു കൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഈ നിലപാട് സ്വീകരിച്ചുവെന്നാണ് സൂചന. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ തള്ളിക്കളയേണ്ടതുണ്ടോ എന്ന അഭിപ്രായം കൂടുതൽ അംഗങ്ങൾ പ്രകടിപ്പിച്ചു. തൽക്കാലം സംസ്ഥാന നേതൃത്വത്തെ തള്ളേണ്ടെന്ന നിലയ്ക്കാണ് പിണറായി ഈ സ്ഥാനത്തേക്ക് വരുന്നതിനെ എതിർക്കുന്നവർ അവസാനം നിലപാട് സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പ് സമയത്തും പിണറായി നയിക്കുന്നതിനെ കുറിച്ച് PBയിൽ ചോദ്യങ്ങൾ ഉയർന്നിരുന്നുവെന്നും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയായാലും അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ അദ്ദേഹം തുടരട്ടെ എന്നതടക്കം നിലപാടുകൾ പരിഗണിച്ചാണ് ഒടുവിൽ പിണറായി മത്സരിക്കുന്നതിനെ PB എതിർക്കാത്തതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ ഇതാദ്യമായാണ് ഇത്രയും വലിയ എതിർപ്പ് PB യോഗത്തിൽ പിണറായി വിജയനെതിരെ ഉയരുന്നത്. പിണറായിയുടെ ശൈലി തോൽവിക്ക് കാരണമായെന്ന് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും വിമർശനം ഉയർന്നിരുന്നു. പിണറായി ഏകാധിപതിയെന്ന് പാലക്കാട്ടെ യോഗത്തിൽ നേതാക്കൾ വ്യക്തമാക്കി. പിണറായിയുടെ ശൈലി തോൽവിക്ക് കാരണമായെന്നും ഇങ്ങനെ പോയാൽ കേരളം ബംഗാളാകുമെന്നും അംഗങ്ങൾ വിമർശിച്ചു. പിണറായിയുടെ പ്രായപരിധിയിലും CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യങ്ങൾ ഉയർന്നു. PK ശ്യാമളയെ മത്സരിപ്പിച്ചത് നേതൃത്വത്തിന്റെ പിഴവെന്നും വിമർശനം ഉന്നയിച്ചു. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പൊതുവികാരം. സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടിയെടുത്തെന്ന് ചോദ്യം. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായി എന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിസന്ധികൾക്കെല്ലാം സംഗമം കാരണമായി. ഇടതു സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത പരിപാടി. സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടിയെടുത്തു? ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടെന്തെന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ നടപടിയെടുത്തെങ്കിൽ അത് പത്മകുമാറെങ്കിലും അറിഞ്ഞു എന്നും പരിഹാസം ഉയരുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.